വിടുതലൈ പാർട്ട് 2 സിനിമ ഇന്നലെ വൈകുന്നേരം കാണാൻ പോയി. ഈ സിനിമ കാണാൻ പോയപ്പോഴും രാവിലെ കണ്ട മാർക്കോയുടെ ചിന്തകളിൽ നിന്ന് മനസ്സ് മാറുന്നില്ല. അതായത് ഈ വിടുതലൈ പാർട്ട് 2 മാർക്കോ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയത് കൊണ്ട് കൂടുതലും മാർക്കോയിലാണ് എല്ലാവർക്കും ആകർഷണം വരിക. അങ്ങനൊരു വിഷയം ഇപ്പോൾ ഉണ്ട്. കാരണം വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്നത് പാർട്ട് 1 ഗംഭീരമായിട്ട് എടുത്തു വെച്ച ഒരു സിനിമയാണ്, മേക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന് പാർട്ട് 2വിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക തന്നെയായിരുന്നു. പക്ഷേ മാർക്കോ ഇറങ്ങിയ സമയത്തായതുകൊണ്ട് വിടുതലൈ പാർട്ട് 2വിന് കൂടുതൽ ശ്രദ്ധ ആർക്കും പോകുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പം ഞാൻ തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് മാർക്കോ എന്ന ക്യാരക്ടർ തന്നെയാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് വിടുതലൈ കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ രാവിലെ ആ സിനിമ കണ്ടതാണ്, അതിൻ്റെ വയലൻസ് അതിൻ്റെ ആക്ഷനൊക്കെ മനസ്സൊന്നും പോകുന്നില്ല. ഗംഭീരമായി അതിൻ്റെ റിവ്യൂ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം തമ്പനെയിലായിട്ടും കൊടുക്കാം. അപ്പോൾ അത് നോക്കി ആ സിനിമ എങ്ങനെയായിരുന്നു എൻ്റെ അഭിപ്രായം എന്ന് മനസ്സിലാക്കാം. ഈ വിടുതലൈ പാർട്ട് 1ഉം പാർട്ട് 2 എന്താ വിഷയമെന്ന് വെച്ചാൽ എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലാവും, മലയാളികൾക്കും മനസ്സിലാവും. പക്ഷെ ചിലവർക്കൊന്നും ആ ശരിയായ തമിഴിൽ പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹിസ്റ്ററിക്കൽ സിനിമയാണ്. ഹിസ്റ്ററിക്കൽ എന്ന് പറഞ്ഞാൽ രാജവംശങ്ങളെ പറയുന്ന സിനിമയല്ല. ജാതി മത വർഗ വിവേചനത്തിനെതിരെയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെയും അവർക്ക് എതിരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെയും ഉള്ള പോരാട്ടമാണ് വിടുതലൈ പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ബി ജയമോഹൻ എഴുതിയ തുണൈവൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഡയറക്ടർ വെട്രിമാറൻ ഇങ്ങനെ 2 സിനിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെട്രിമാറൻ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് സാധാരണ അദ്ദേഹം നല്ല തീമുകൾ തന്നെയാണ് എടുക്കാറ്. അദ്ദേഹം എടുക്കുന്ന സിനിമകളൊക്കെ ഗംഭീരമായിരിക്കും. അതേപോലെ തന്നെയാണ് വിടുതലൈ പാർട്ട് 1ഉം പാർട്ട് 2ഉം. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എന്നുള്ള വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ആദ്യം ഇതിൽ വിജയ് സേതുപതി മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറയാം. വിജയ് സേതുപതി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി തെറ്റിക്കാതെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അദ്ദേഹം കുറേ നേരം ഒരു കഥ പറഞ്ഞുകൊണ്ടും ഉപമിച്ചുകൊണ്ടും ഒക്കെ വർത്തമാനം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പോയിന്റുകളൊക്കെ തന്നെ അത് തമിഴ് മനസ്സിലാവുന്നവർക്ക് അറിയാം. നല്ല കിഡിലൻ പോയിന്റുകളാണ് ഷോർട്ടായിട്ട് പറയുന്നത്. വലിയ വലിയ സത്യങ്ങളാണ് അദ്ദേഹം ചെറിയ കാര്യങ്ങളിലൂടെ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലീസുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ പക്ഷമായിട്ട് മനസ്സ് മാറുന്നു. അതേപോലെ അങ്ങനെ അതായത് ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു കേൾക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അതിലേക്ക് തിരിയുന്നു എന്നുള്ളൊരു സത്യത്തെയാണ് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സിനിമയിലെ വാളോ കത്തിയോ അല്ലെങ്കിൽ തോക്കോ ഒന്നുമല്ല ഈ സിനിമയിലെ മൂർച്ചയേറിയ ആയുധം. ഈ സിനിമയിലെ മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് നാവാണ്. നാവിൽ നിന്ന് വരുന്ന തത്വങ്ങളാണ്. ആ കാര്യം നല്ല രീതിയിൽ തന്നെ വെട്രിമാറൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബി ജയമോഹൻ്റെ കഥ ചെറുകഥയാണെങ്കിൽ ഇതിൽ ഇത്രയും വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ സിനിമ കാണുമ്പോഴാണ് മനസ്സിലായത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തീവ്രവാദ സിനിമയാണ് കേട്ടോ. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് എതിരെ പോരാടുന്ന തീവ്രവാദം എന്ന് പറയാം. അതായത് തിന്മ ചെയ്യുന്ന തീവ്രവാദമല്ല, തിന്മയ്ക്കെതിരെ സമാധാനപൂർവ്വവും ആക്ഷനിലും ഇറങ്ങിക്കൊണ്ടുള്ള പോരാട്ടം. അതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഈ രീതിയിലേ അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോൾ എന്താ ഒരു എത്തും തുമ്പും ഇല്ലാത്തതായി എന്ന് നമുക്ക് തോന്നാം. സത്യമാണ്, ഒരു ക്ലൈമാക്സ് ആവുന്നില്ല. പാർട്ട് 1ൽ ക്ലൈമാക്സ് ആകുമെന്ന് നമ്മൾ കരുതി, ആയില്ല. പാർട്ട് 2വിലും ക്ലൈമാക്സ് പൂർണ്ണമായില്ല. പൂർണ്ണമാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തീവ്രവാദം വിജയിച്ചതായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദികൾ ആർക്കെതിരെ പ്രവർത്തിക്കുന്നോ അവർ വിജയിച്ചതായിട്ടോ കാണിക്കണം. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് നിയമപ്രകാരം സർക്കാരിന് എതിരെയൊക്കെയാണ്. അപ്പോൾ സർക്കാർ വിജയിച്ചതായി കാണിച്ചു കഴിഞ്ഞാൽ തീവ്രവാദം ചെയ്യുന്നവരുടെ ആ ഒരു ലക്ഷ്യങ്ങൾ അത് വളരെ സത്യസന്ധമായ ലക്ഷ്യങ്ങളാണ്. അത് വേണ്ട സമൂഹത്തിന് വേണ്ട ലക്ഷ്യങ്ങളാണ്. അത് പരാജയപ്പെട്ടതായി പോകും. അല്ലെങ്കിൽ തീവ്രവാദികളാണ് ജയിച്ചതെങ്കിലോ സർക്കാർ തോറ്റ പോലെ ആയിക്കഴിഞ്ഞാൽ അതും ശരിയല്ല, നിയമപ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇതിനൊരു അവസാനം ഇല്ലാത്ത പോലെ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പടം തീവ്രവാദ പടം എന്ന് പറയുന്നത് തീവ്രവാദം എന്നൊരു അർത്ഥത്തിലല്ല കേട്ടോ. ആ രീതിയിലാണ് ഈ സിനിമയിൽ അവർ
കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സത്യത്തിൽ ഇത് ഒരു കണക്കിന് തീവ്രവാദം തന്നെയാണ്, അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ വിജയ് സേതുപതി അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി തെറ്റിക്കാതെ തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന തത്വങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കോമഡി ഒന്നുമില്ല, ചിരി വന്നു. കാരണം കാണുന്ന പ്രേക്ഷകരെയൊക്കെ അദ്ദേഹം തീവ്രവാദി ആക്കിക്കളയുമല്ലോ എന്ന ഒരു ചിന്തയിൽ എനിക്ക് ചിരി വന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യത്തിലും ചിരി വന്നു. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാന താരം മഞ്ജു വാര്യറാണ് അദ്ദേഹത്തിൻ്റെ പെരുമാൾ വാദ്യാർ എന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടറുടെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊരു സീനിൽ ഒരു ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാന്ന് മനസ്സിലായില്ല. ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോഴാണ്, മുഖം കണ്ടപ്പോഴാണ് മനസ്സിലായി മഞ്ജു വാര്യറാണ്. കാരണം മുടിയൊക്കെ ആൺകുട്ടികളെ പോലെ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കുറിച്ച് എന്താണ് കോമഡിയായി തോന്നിയെന്ന് വെച്ചാൽ അവർ സൈക്കിൾ ഓടിച്ച് ഇതിൽ പോകുന്നുണ്ട്. സൈക്കിൾ ഓടിച്ച് പോകുന്നതിൽ ഒരു കോമഡി ഇല്ലല്ലോ, അതല്ല ഞാൻ പറയാൻ വരുന്നത്. സൈക്കിളിൻ്റെ പുറകിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആൾ മറ്റാരുമല്ല, നമ്മുടെ പെരുമാൾ വാദ്യാറാണ്, വിജയ് സേതുപതിയാണ്. അപ്പോൾ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. കാരണം മഞ്ജു വാര്യർ ആ ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ വിജയ് സേതുപതിയുടെ ബോഡി ലാംഗ്വേജ് ഞാൻ പറയണ്ടല്ലോ. ഇദ്ദേഹത്തെ എങ്ങനെ ഈ മഞ്ജു വാര്യർ ആ സീനിൽ പെടലിൽ ചവിട്ടി വലിച്ചു കൊണ്ടുപോയി. ഇത് എന്തായാലും മഞ്ജു വാര്യർ ചവിട്ടി വലിച്ചു കൊണ്ടുപോയതല്ല, അവിടെ റോപ്പൊക്കെ വെച്ചിട്ട് ആ സൈക്കിളിനെ ഫ്രണ്ടിൽ നിന്ന് വലിച്ചു തന്നെ ആയിരിക്കും ഉരുട്ടിയതെന്ന് ഓർത്തിട്ട് എനിക്ക് ചിരി വന്നു. മഞ്ജു വാര്യർ ഇതിൽ അവർക്ക് കൊടുത്ത ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഈ സിനിമ ചുരുക്കിയിട്ട് നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ അവരുടെ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല റോള് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക്. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വേൽരാജാണ്. കാട്ടിനുള്ളിലൂടെയൊക്കെ പോലീസും വിജയ് സേതുപതിയുടെ കൂട്ടരുമുള്ള പോരാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ജീപ്പിൽ പോകുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഹിസ്റ്ററിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അതേപോലെ തത്വങ്ങളുള്ള വിഷയങ്ങളൊക്കെ ഉള്ള എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല ആവശ്യം, കുറേ ആക്ഷൻ മതി, പിന്നെ അതിൽ കുറേ പാട്ട്, അങ്ങനത്തെ പുഷ്പ മോഡൽ പടം അങ്ങനത്തെയൊക്കെ മതി എന്നുള്ളവർക്ക് ഒരു പക്ഷേ ഇത് ഫുള്ളായി ജീർണിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അധിക പേരും ഇപ്പോൾ ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതൽ പേർക്കും ഇഷ്ടമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ ഒരുപാട് ലെങ്ത് ആയിപ്പോയി, 3 മണിക്കൂറോളം ഉണ്ട്. പിന്നെ അവസാനമാകുമ്പോൾ എത്തും തുമ്പും ഇല്ലാത്ത പോലെ നിർത്തിയത് എനിക്ക് ജീർണിക്കാനാവുന്നുണ്ട്. കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ എല്ലാവർക്കും അത് ജീർണിക്കാനാവില്ല. ഇതെന്താ ഇങ്ങനെ പോയി നിന്നത്, ഇതിനൊരു ക്ലൈമാക്സ് കൊടുത്തില്ലല്ലോ, ഇവർ ജയിക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതൊരു അരോചകമായിട്ട്, ഒരു ഇറിറ്റേഷനായിട്ട് തോന്നാം. പിന്നെ ഇതിൽ കിഷോർ കുമാർ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വേട്ടയ്യനിലൊക്കെ പോലീസായിട്ട് വന്നില്ലേ, മൊട്ടയടിച്ചിട്ട് അദ്ദേഹമാണ്. അതേപോലെ പുലിമുരുകനിലൊക്കെ ഇല്ലേ പോലീസായിട്ട് വരുന്ന കക്ഷിക്ക് ഇതിൽ നല്ല റോളാട്ടോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. വിജയ് സേതുപതി ചോദിക്കും, എനിക്കിപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയിരിക്കുന്ന കാര്യം ഇങ്ങനെയൊക്കെ ആണല്ലോ, എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിക്കും, അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പ്രശ്നമാവില്ല ചോദിക്കുമ്പോൾ ആ വിഷയത്തെ നീങ്കി തൂക്കി കുപ്പയിലെ പോട്ടിരുങ്കോ. കാരണം ഇതാക്കും കല്യാണം, അതായത് മലയാളത്തിൽ പറയാം, നമ്മൾ കല്യാണം കഴിക്കാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കല്യാണം കഴിച്ചവരെ നമ്മൾ ഇതിനായിട്ട് വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് കുട്ടികളും മക്കളും ഭാര്യയൊന്നുമില്ല, നിങ്ങൾക്ക് എന്നും പറയാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫാമിലി ആയിക്കൊണ്ട് തന്നെ ഇതിലൊക്കെ ഇറങ്ങണം എന്നുള്ള അങ്ങനത്തെ വളരെ നല്ല നല്ല പോയിന്റുകളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ കിഷോർ കുമാർ നല്ലൊരു നടനായിട്ട്, നല്ലൊരു ഗുണചിത്ര നടനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സൂര്യയുടെ വേഷം, വിടുതലൈ പാർട്ട് 1 സൂര്യക്ക് ഗംഭീര റോളാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം സാധാരണ കോമഡി ആയിട്ടൊക്കെയാണല്ലോ വരുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഒരു ഗുണചിത്ര നടനായി മാറ്റിയത് വിടുതലൈ പാർട്ട് 1 തന്നെയാണ്. അദ്ദേഹമാണ് അതിൽ ഹീറോ. പക്ഷേ ഇതിൽ അദ്ദേഹം ഹീറോ ആയിട്ടല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ വേഷം ഒട്ടും കുറച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഇതിൽ ഒരു പ്രധാന നടൻ എന്ന നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. വിജയ് സേതുപതിയാണ് ഹൈലൈറ്റ് ആയിട്ട് ഉള്ളതെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു നിലവാരമുള്ളൊരു പടം തന്നെയാണ് വിടുതലൈ പാർട്ട് 2. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി.